സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നിന്ന് ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കാത്തതിൽ UDF സർക്കാരിന്റെ രാഷ്ട്രീയ നയം വ്യക്തം. മുസ്ലിം ലീഗിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരും വീണ്ടും വഴങ്ങിയിരുന്നതിന്റെ തെളിവാണ് മറനീക്കി പുറത്തുവന്നത്. സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിയമപരമായ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി ദേശീയ വികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. ഒടുവിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ വീണ്ടും മുട്ടുമടക്കിയിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ നിന്ന് ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതിന്റെ കാരണങ്ങളിൽ ഒന്നിതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും എന്തിനേറെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പോലും വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചപ്പോഴാണ് കേരളത്തിൽ മാത്രം ഈ വിചിത്രമായ വിമുഖത ദൃശ്യമായത്. വന്ദേമാതരം ആലപിക്കണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി നേരത്തെ ഉത്തരവിറക്കിയിരുന്നെങ്കിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരും ഈ തിടുക്കപ്പെട്ട തീരുമാനമെടുത്തതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയൽ നിയമ ഭേദഗതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുത്ത ഈ നീക്കം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ സർക്കുലറിൽ ഒരിടത്ത് പോലും വന്ദേമാതരം ഉൾപ്പെടുത്താതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തിയിരുന്നത്. എന്നാൽ ഇതേ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ആസ്ഥാനത്ത് മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചുകൊണ്ട് ഇതിന് ശക്തമായ മറുപടിയാണ് BJP നൽകിയത്. ദേശീയതയെ പോലും വോട്ട് ബാങ്കിനായി പണയം വെക്കുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. ജനം, തിരുവനന്തപുരം.